അതിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ശരിക്കും എനിക്കൊരു സർജറി കഴിഞ്ഞിട്ട് അതിന്റെ റിക്കവറി ടൈമിലാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇരുന്നിട്ട് എണീക്കുമ്പോൾ കുറച്ച് പാട്, കയ്യിൽ വെയിറ്റ് അങ്ങനെ എടുക്കാൻ പാടില്ല, ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതിലാ നാഡീ ജ്യോതിഷമൊക്കെ നോക്കാൻ പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ തറയിലായിരിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും, എല്ലാരും എണീറ്റ് പോയിട്ട് എനിക്ക് പതുക്കെ എണീക്കാലോ എന്നൊക്കെ വെച്ചിട്ട്. ശരിക്കും അപ്പൊ ദിലീപേട്ടൻ അവിടെ നിന്നിട്ട് എല്ലാരും പോയിട്ട് ദിലീപേട്ടനായിരുന്നു ശരിക്കും എന്നെ എണീപ്പിക്കുകയും. പിന്നെ എനിക്കിങ്ങനെ വെയിറ്റ് ബാഗിൽ ചിലപ്പോൾ ഇങ്ങനെ പിടിക്കേണ്ടി വരുമ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ പ്രത്യേകിച്ച് പറയാം, അവൾക്ക് അതിനകത്ത് വെയിറ്റ് ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരുപാട് ടേക്ക് കെയർ ചെയ്തൊരു ടൈമാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ അടുത്തൊരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ ചന്ദ്രേട്ടൻ എന്ന് തന്നെയാ ദിലീപേട്ടന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. വിളിക്കുമ്പം ആ ചന്ദ്രേട്ടാന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നതും, എന്നെ സുഷു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എനിക്കൊന്ന് എന്നെ അനുന്ന് ഇപ്പോഴും ഞങ്ങള് നാരങ്ങാമിഠായി സോങ് ചെയ്യുന്ന സമയത്തും എന്നെ കാണുമ്പോ സുഷു ഇത് തന്നെയാണ് ഇപ്പോഴും, ചന്ദ്രേട്ടൻ സുഷു തന്നെയാണ് ഇപ്പോഴും.